ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു 100% പെർഫെക്റ്റ് വ്ളോഗാണോ ഇതെന്ന് എനിക്കറിയത്തില്ല. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് കമൻസ് ആയിട്ട് പറയേണ്ടത്. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്. അതെല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. കാരണം സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഭയങ്കര റീച്ച് കിട്ടിയ ഭയങ്കര ഗ്രാമീണ ഭംഗിയുള്ള കേരളത്തിൻ്റെതായ തനിമയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ് ആ സ്ഥലം. അങ്കമാലിയിൽ നിന്ന് ലഞ്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കൊല്ലങ്കോടേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ പോകുന്ന വഴിയിൽ, അതായത് റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും നല്ല പച്ചപ്പ, അത് നല്ല ഭംഗിയാണ്. അതുപോലെ വെയിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി എനിക്കറിയില്ല അതെങ്ങനെ എനിക്ക് വിശദീകരിച്ച് തരണം. അത്രയ്ക്ക് ഭംഗിയാണ് ആ സ്ഥലത്ത്. ക്യാമറയിൽ ഇത് എത്രത്തോളം പകർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നേരിട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കൊല്ലങ്കോട് എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ ടൂറിസ്റ്റുകൾക്കായിട്ടൊരു സ്പെഷ്യലായിട്ടൊരു ഇടമാണ് കുടിലിടം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഫോട്ടോ എടുക്കാനായാലും ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് ആ ഒരു പ്രത്യേക സ്ഥലത്ത് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടിക്കറ്റ് റേറ്റ് 20 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യാൻ. അതൊരിക്കലും ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ പച്ചയല്ലാത്തൊരു ഡാർക്ക് കളറിലുള്ള ഒരു ഫ്രണ്ടിൽ ഒരു ഏരിയയിൽ കുറച്ച് നെല്ല്, അത് വേറെ ഇനമായിരിക്കാം, പക്ഷെ അതൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സ്പോട്ടുകളുണ്ട്, ഏറുമാടങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ. പക്ഷെ എന്താണെന്നറിയോ, നല്ല വെയിലുണ്ട്. പാലക്കാട് ഒന്നാമതേ വെയിലാണ്. നമ്മൾ ചെന്ന സമയവും നല്ല ചൂടുള്ള സമയമാണ്. പക്ഷേ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും നോക്കാതെ തന്നെ നമ്മളോട് എക്സ്പ്ലോർ ചെയ്തു. അടുത്ത സ്പോട്ടാണ്. നമ്മളിപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് ചെന്നിട്ട് എങ്ങനെയാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ പോകാതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി. ഇത് ലൈഫിലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളവിടുന്ന് ഉഴുന്നുവടയും പരിപ്പുവടയും മാത്രമാണ് കഴിച്ചത്. അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അവിടെ മെയിനായിട്ടുള്ളത്, ചായയും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ടെമ്പിളിലാണ്. ആക്ച്വലി അവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ഗോപുരം പോലെയൊന്നുമില്ല, നമ്മുടെ ഓച്ചിറ ടെമ്പിൾ. എനിക്കറിയാവുന്നത് ഓച്ചിറ ടെമ്പിളാണ്. അവിടുത്തെ പോലെ തന്നെ ഓപ്പണാണ്. പേരാലിൻ്റെ കീഴിലൊരു പ്രതിഷ്ഠയാണത്. നമ്മുടെ ഒടിയൻ്റെ ഷൂട്ടൊക്കെ, ക്ലൈമാക്സ് ഷൂട്ടൊക്കെ നടന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെയൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പല്ലാവൂർ വാമല മുരുകൻ ടെമ്പിളിലേക്കാണ്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മലയുടെ മുകളിലൊരു ടെമ്പിള്. ആ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്ന സമയത്തിനും കൂടിയുണ്ട് പ്രത്യേകത. അതായത് ആ സൺസെറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചെന്നിരിക്കുമ്പോൾ ആ ഒരു വൈബ് ഉണ്ടല്ലോ. ഒരു ഇരുട്ടുന്ന സമയത്ത് നല്ല കാറ്റാണ്. ആ പാറയുടെ മണ്ട ഇരിക്കാൻ ഒരു പ്രത്യേക സുഖം. അവിടെ കിടന്ന് ഉറങ്ങാൻ തന്നെ നമുക്ക് തോന്നും. അത്രയ്ക്ക് അടിപൊളി ഒരു വൈബായിരുന്നു അവിടെ ഇരിക്കാൻ. ഒരു പ്രത്യേക സ്ഥലം. ആത്മീയതയാണോ എന്താണെന്നറിയില്ല. ആ ഒരു സമയത്തെ കാറ്റും ആ സമയത്തൊരു സമാധാനവും നല്ലൊരു വൈബും. നമുക്കവിടെ ഒരു പാറയുടെ മണ്ടയിൽ ആ ഒരു കാറ്റത്ത് നമുക്ക് കിടക്കുമ്പോൾ നല്ലൊരു മനസ്സമാധാനമുണ്ട്. നമ്മൾ ആ ദിവസം ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണവും ആ വെയിൽ കൊണ്ടതിൻ്റെ ക്ഷീണവും എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതായ പോലെ എനിക്ക് തോന്നിയിരുന്നു. അത്രയ്ക്ക് മനോഹരമാണ് ആ ഒരു സ്പോട്ട്.